ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംബോഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധ്യർഭവതു മേ സദാ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാ ശിവം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴു ആര്യപാദം. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ശ്രീരാഘവം ദശരഥാത്മജ അപ്രമേയം സീതാപതിം രഘുകുലാന്വരത്നദീപം ആജാനുബാഹും അരവിന്ദദളായദാക്ഷം രാമം നിശാചരവിനാശകരം നമാമി. സ്വയം പ്രഭാഗതി. അന്ധകാരാരണ്യമാശു പോക്കിയിടിനാൻ അന്തരാദാഹവോ വർദ്ധിച്ചിതേറ്റവും ശുഷ്കകണ്ഠോഷ്ഠതാലു പ്രദേശത്തൊടും മർക്കട വീരരുണുങ്ങി വരണ്ടൊരു ജിഹ്വയോടു നടക്കുന്ന നേരത്തൊരു ഗഹ്വരം തത്ര കാണായി വിധിവശാൽ വല്ലേ തൃണ ഗണച്ചന്നമായോ നദി ലില്ലയല്ലി ജലമെന്നോർത്ത് നിൽക്കുമ്പോൾ ആദ്രപക്ഷക്രൗഞ്ചഹംസാദി പക്ഷികളുധ്വദേശേ പറന്നാരതി നിന്നുടൻ പക്ഷങ്ങളിൽ നിന്നു വീണു ജലകണം. മർക്കടമാരുമതു കണ്ടു കൽപ്പിച്ചാർ നല്ല ജലമതിലുണ്ടൊന്നു നിർണയമെല്ലാവരും നാം ഇതിലിറങ്ങിയിടുക എന്നു പറഞ്ഞൊരു നേരത്തു മാരുതി മുന്നിലിറങ്ങിനാർ മറ്റുള്ളവർകളും പിന്നാലെ തന്നിലിറങ്ങി നടക്കുമ്പോൾ കണ്ണു കാണാഞ്ഞിരുട്ടത്തു കൊണ്ടന്നേരം അന്യോന്യമൊത്തു കയ്യും പിടിച്ചാകുലാൽ ഖിന്നതയോടു നടന്നു പോയി ചെന്നാരതീവ ദൂരം തത്ര കണ്ടിതു മുന്നിലാ മാരതി ധന്യദേശസ്ഥലം സ്വർണമയം മനോമോഹനം കാൺവർ കർണിനു മേറ്റമാനന്ദകരം പരം. പാപികളുണ്ടോ മണിമയാവാരിയാലാപൂർണകളായ ദീപവിശേദമായി പക്വഫലങ്ങളാ നമ്രങ്ങളായുള്ള വൃക്ഷങ്ങളുണ്ടു കൽപദ്രോ മതുല്യമായി പീയൂഷസാമ്യമതു ദ്രോണസംയുത പേയഭക്ഷ്യാന സഹിതങ്ങളായുള്ള വസ്ത്യങ്ങളുണ്ടു പലതരം തത്രൈവ വസ്ത്രരത്നാദി പരിഭൂഷിതങ്ങളായി മാനസമോഹനമായ ദിവ്യസ്ഥലം മാനുഷവർജിതം ദേവഗേഹോപമം. തത്ര ഗേഹേ മണികാഞ്ചനവിഷ്ടരെ ചിത്രാകൃതി പൂണ്ടു കണ്ടോരൊരുത്തിയെ യോഗം ധരിച്ചു ജഡവൽക്കലം പൂണ്ടു യോഗിനി നിശ്ചല ധാന്യനിരതയായി പാവകജ്വാലാ സമഭകലർന്നതിൻ പാവനയായ മഹാഭാഗയെ കണ്ടു തൽക്ഷണേ സന്തോഷപൂർണ മനസ്സൊടു ഭക്തിയും വേദയും പൂണ്ടു വണങ്ങിനാർ. ശാഖാമൃഗങ്ങളെ കണ്ടു മോദം പൂണ്ടു യോഗിനി താനും അവരോടു ചൊല്ലിനാൾ. നിങ്ങളാരാകുന്നതെന്നു പറയണ മിങ്ങു വന്നിടുവാൻ മൂലവും ചൊല്ലണം. എങ്ങനെ മാർഗമറിഞ്ഞവാനാറെന്നതു എങ്ങനെ പോകുന്നതെന്നു പറയണം എന്നിവ കേട്ടൊരു വായുതനേയനും നന്നായി വണങ്ങി വിനീതനായി ചൊല്ലിനാൻ. വൃത്താന്തമൊക്കവേ കേട്ടാലുമെങ്കിലോ സത്യമൊഴിഞ്ഞു പറയുമാറില്ല ഞാൻ.
ഉത്തര കോസല തിങ്കലയോധ്യയെ നുത്തമമായുണ്ടൊരു പുരീഭൂതലെ തത്രൈവ വാണു ദശരഥനാം നൃപൻ പുത്രരുമുണ്ടായി ചമഞ്ഞിതു 4 പേർ നാരായണ സമൻ ജ്യേഷ്ഠനാവർകളിൽ ശ്രീരാമനാകുന്നതെന്നു മറിഞ്ഞാലും താതാജ്ഞയാ വനവാസാർത്ഥമായവൻ ഭ്രാതാവിനോടോ ജനകാത്മജയായ സീതയാം പത്നിയോടോ വിഭീണസ്ഥലേ മോദേന വാഴുന്ന കാലമൊരു ദിനം ദുഷ്ടനായുള്ള ദശാസ്യൻ നിശാചരൻ കട്ടുകൊണ്ടാശു പോയിടിനാം പത്നിയെ രാമനും ലക്ഷ്മണനാകോ മനോജനം ഭാമിനി തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ ആർക്കാത്മജനായ സുഗ്രീവനെ കണ്ടു സത്യവും ചെയ്തിതു തമ്മിൽ അന്യോന്യമായി എന്നതിനഗ്രജനാകിയ ബാലിയെ കൊന്നു സുഗ്രീവനു രാജവും നൽകിനാൻ ശ്രീരാമനു മതി പ്രത്യുപകാരമായ രാഞ്ഞു സീതയെ കണ്ടു വരികന്നു വാനരനായകനായ സുഗ്രീവനും വാനരന്മാരെ അയച്ചിതെല്ലാടവും ദക്ഷിണദിക്കിൽ അന്വേഷിപ്പതിനൊരു ലക്ഷം കബീവരന്മാരുണ്ടു ഞങ്ങളും ദാഹം പോറാഞ്ഞു ജലകാംക്ഷയാ വന്നു മോഹേന ഗഹ്വരം പോക്കീതറിയാതെ ദൈവവശാലിവിടെ പോന്നു വന്നിവ ദേവിയെ കാണായ ഹയതും ഭാഗ്യമെത്രയും ആരെന്നതോ ഞങ്ങളേതോ മറിഞ്ഞില്ല നേരെയരുൾ ചെയ്യുക വേണമതോ ശുഭേ യോഗിനി താനും അതോ കേട്ടവരോടു വേഗേന മന്ദസ്മിതം പോണ്ടു ചൊല്ലിനാൻ പക്വഫലമൂലജാലങ്ങളൊക്കവെ ഭക്ഷിച്ച മൃതപാനം ചെയ്തു തൃപ്തരായി ബുദ്ധി തെളിഞ്ഞോ വരുവിനെന്നാൽ മമ വൃത്താന്തമാദിയെ ചൊല്ലിത്തരുവൻ ഞാൻ എന്നതോ കേട്ടവൻ മൂലാഫലങ്ങളും നന്നായി ഭുജിച്ചു മധുപാനവും ചെയ്തു ചിത്തം തെളിഞ്ഞു ദേവി സമീപം പോക്കും ബദ്ധാഞ്ജലി പോണ്ടു നിന്നോരനന്തരം ചാരുസ്മിതാപൂർവമഞ്ജസായോഗിനി മാരുതിയോടു പറഞ്ഞു തുടങ്ങിനാൾ വിശ്വവിമോഹന രൂപിണിയാകിയ വിശ്വകാത്മാത്മജ ഹേമാ മനോഹരി നൃത്തഭേദം കൊണ്ടു സന്തുഷ്ടനാക്കിന മുഗ്ധേന്ദുശേഖരം തന്നെ യതോ മൂലം ദിവ്യാപുരാമിതം നൽകിനാം ഈശ്വരൻ ദിവ്യസംവത്സരണാമയുധായുധം ഉത്സവം പോണ്ടോ വസിച്ചാളിഹാപുരം തത്സഖി ഞാനിഹ നാപ്നാ സ്വയം പ്രഭ സന്തതം മോക്ഷം അപേക്ഷിച്ചിരിപ്പൊരു ഗന്ധർവപുത്രി സദാ വിഷ്ണു തൽപര ബ്രഹ്മലോകം പ്രവേശിച്ചിതു ഹേമയും നിർമ്മലഗാത്രിയും എന്നോട് ചൊല്ലിനാൾ സന്തതം നീ തപസ്സും ചെയ്തിരിക്കടോ ജന്തുക്കളെത്രേ വരികയുമില്ലല്ലോ ത്രേതായുഗേ വിഷ്ണു നാരായണൻ ഭുവി ജാതനായിടും ദശരഥപുത്രനായി ഭൂഭാരനാശനാർത്ഥം വിഭീനസ്ഥലെ ഭൂപതി സഞ്ചരിച്ചിടും ദശാന്തരെ ശ്രീരാമപത്നിയെ കട്ടുകൊള്ളു മതി ക്രൂരനായിടും ദശാനനക്കാലം ജാനകീദേവിയെ അന്വേഷണത്തിനായി വാനരന്മാർ വരും നിൻ ഗുഹാമന്ദിരെ സൽക്കരിച്ചിടവരെ പ്രീതി പോണ്ടു നീ മാർക്കടന്മാർക്കോപകാരവും ചെയ്തു പോയി ശ്രീരാമദേവനെ കണ്ടു വണങ്ങുക നാരായണ സ്വാമി തന്നെ രഘോത്തമൻ ഭക്ത്യാ പരനെ സ്തുതിച്ചാൾ വരും തവ മുക്തിപദം യോഗി ഗമ്യം സനാതനം ആകയാൽ ഞാനിനി ശ്രീരാമദേവനെ വേഗേന കാൺമതീനായി കൊണ്ടുപോകുന്നു നിങ്ങളെ നേരെ പെരുവഴി കൂട്ടുവൻ നിങ്ങളെല്ലാവരും കണ്ണടച്ചിടുവൻ ചിത്തം തെളിഞ്ഞവർ കണ്ണടച്ചിടിനാർ സത്വരം പൂർവസ്ഥിതി താടവിപ്പുഖിതു ചിത്രം വിചിത്രം വിചിത്രമെന്നോർത്തവർ പദ്ധതിയോടെ നടന്നു തുടങ്ങിനാർ യോഗിനിയും ഗുഹാവാസമുപേക്ഷിച്ചു യോഗേശ സന്നിധി പൂക്കളതിദ്രുതം ലക്ഷ്മണ സുഗ്രീവ സേവിതനാകിയ ലക്ഷ്മീശനെ കണ്ടു കൃത്വാ പ്രദക്ഷിണം ഭക്ത്യാ സകൽഗതം രോമാഞ്ച സംയുതം
നത്വാ മുഹോർമുഹുസ്തുത്വാ ബഹുവിധം ദാസീതവാഹം രഘുപദേ രാജേന്ദ്ര വാസുദേവ പ്രഭോ രാമാദയാനിധേ കാൺമതിയിനായി കൊണ്ടുവന്നേ നിവീട ഞാൻ സാമ്യമില്ലാതെ ജഗൽപദേ ശ്രീപദേ ഞാനനേകായിരം സംവത്സരം തവ ധ്യാനേന നിത്യം തപസു ചെയ്തീടിനേനും തദ്രൂപ സന്ദർശനാർത്ഥം തപോബലം മധ്യൈവ നൂനം ഫലിതം രഘുപദേ ആദ്യനായൊരു ഭവന്തൻ നമസ്യാമി വേദ്യനല്ലാരാലുമേ ഭവാൻ നിർണയം അന്തർബർഹി സ്ഥിതം സർവഭൂതേഷവി സന്തമലക്ഷ്യമാത്യന്തഹീനം പരം മായായവനികാച്ഛന്നനായി വാഴുന്ന മായാമയനായ മാനുഷ വിഗ്രഹൻ അജ്ഞാനികളാലറിഞ്ഞുകൂടാതൊരു വിജ്ഞാനമൂർത്തിയല്ലോ ഭവാൻ കേവലം ഭാഗവതന്മാർക്കു ഭക്തിയോഗാർത്ഥമായി ലോകേശ മുഖ്യമരൗഘ അമർത്തിക്കയാൽ ഭൂമിയിൽ വന്നവ തീർണനാം നാഥനെ താമസിയാതെ ഞാനെന്തറിയുന്നതു സച്ചിന്മയം തവ തത്വം ജഗത്രയേ കസ്യൻ പുരുഷനറിയും സുഹൃദിനാം രൂപം തദേവം സദാ ഭാതു മാനസേ താപസാന്തസ്ഥിതം താപത്രയാപഹം നാരായണ തവ ശ്രീപാദദർശനം ശ്രീരാമമോക്ഷൈകദർശനം കേവലം ജന്മമരണഭീതാനാമദർശനം സന്മാർഗദർശനം വേദാന്തദർശനം പുത്രകളത്ര മിത്രാർത്ഥ വിബോധി കൊണ്ടത്രയും ദർപ്പിതരായുള്ള മാനുഷർ രാമരാമേതി ജപിക്കയില്ലെന്നുമേ രാമനാമം മേ ജപിക്കായി വരേണമേ നിത്യം നിവൃത്ത ഗുണത്രയ മാർഗായ നിത്യായ നിഷ്കിഞ്ചനർത്ഥായ ദേ നമാം സ്വാത്മാഭിരാമായ നിർഗുണായ ത്രിഗുണാത്മനെ സീതാഭിരാമായ ദേ നമ വേദാത്മകം കാമരൂപിണമീശാനമാദിമധ്യാന്ത വിവർജിതം സർവത്രേ മന്യേ സമം ചരന്തം പുരുഷംബരം നിന്നെ നിനക്കൊഴിഞ്ഞാർ കറിഞ്ഞിടാവോ മർത്യവിടംബനം ദേവതേ ചേഷ്ടിതം ചിത്തേ നിരൂപിക്കിലെന്തറിയാവതും ത്വന്മായയാ പിഹിതാത്മാക്കൾ കാണുന്നു ചിന്മയേനായ ഭവാനേ ബഹുവിധം ജന്മവും കർത്തൃത്വവും ചെറുതില്ലാതെ നിർമ്മലാത്മാവാ ഭവാനാവസ്ഥാന്തരെ ദേവനിജന്മനുജാതികളിൽ ജനിച്ചേവ മാദ്യങ്ങളാൽ കർമ്മങ്ങൾ ചെയ്വതും നിൻ മഹാമായ വിടംബനം നിർണയം കന്മഷഹീന കരുണാനിധേ വിഭോ മേദിനെ തന്നിൽ വിചിത്ര വേഷത്തോടും ജാതനായി കർമ്മങ്ങൾ ചെയ്യുന്നതോ ഭവാൻ ഭക്തരായുള്ള ജനങ്ങൾക്കു നിത്യവും ത്വൽക്കഥാ പീയൂഷപാന സിദ്ധിക്കുന്നു ചൊല്ലുന്നിതോ ചിലർ മറ്റു ചിലരിഹ ചൊല്ലുന്നിതോ ഭുവി കോസല ഭൂപതി തന്നെ ഘോരത്തപോബല സിദ്ധയെ നിർണയമെന്നു ചിലർ പറയുന്നിതോ കൗസല്യയാൽ പ്രാർത്ഥ്യമാനനായിട്ടിഹ മൈഥിലി ഭാഗ്യസിദ്ധിക്കുന്നിതോ ചിലർ സൃഷ്ടാവുതാനപേക്ഷിക്കയാൽ വന്നിഹ ദുഷ്ടനിശാചര വംശമൊടുക്കുവാൻ മർത്യനായി വന്നു പിറന്നിതോ നിർണയം പ്രത്തിയിലെന്നു ചിലർ പറയുന്നിതോ ഭൂപാലപുത്രനായി വന്നോ പിറന്നിതോ ഭൂപാലനാശനത്തിലെന്നു ചിലർ ധർമ്മത്തെ രക്ഷിച്ച ധർമ്മത്തെ നീക്കുവാൻ കർമ്മസാക്ഷി കുലത്തിങ്കൽ പിറന്നിതു ദേവശത്രുക്കളെ നിഗ്രഹിച്ചൻ പോടും ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ എന്നു ചൊല്ലുന്നിതോ ദിവ്യമുനി ജനമൊന്നു തിരിച്ചറിയാവതോ മല്ലമേ യാതൊരുത്തൻ ത്വൽക്കഥകൾ ചൊല്ലുന്നതും ആദരവോടു കേൾക്കുന്നതോ നിത്യമായി നൂനം ഭവാർണവത്തെ കടന്നിടുവോൻ കാരണമവനു നിൻ പാദ പങ്കേരുഹം ത്വന്മഹാമായ ഗുണബദ്ധായാകയാൽ ചിന്മയമായ ഭവൽ സ്വരൂപത്തെ ഞാൻ എങ്ങനെയുള്ള വണ്ണമറിഞ്ഞിടുന്നതെങ്ങനെ
ചൊല്ലി സ്തുതിക്കുന്നതുമഹം. ശ്യാമളം കോമളം ബാണധനുർധരം രാമം സഹോദര സേവിത രാഘവം സുഗ്രീവമുഖ്യ കവികുല സേവിതം അഗ്രേ ഭവന്തം നമസ്യാമി സാമ്പ്രതം. രാമായ രാമഭദ്രായ നമോ നമോ രാമചന്ദ്രായ നമസ്തേ നമോ നമ. ഇങ്ങനെ ചൊല്ലി സ്വയം പ്രഭയും വീണു മംഗലവാച നമസ്കരിച്ചിടിനാൾ. മുക്തിപ്രദനായ രാമൻ പ്രസന്നനായി ഭക്തയാം യോഗിനിയോടരുളി ചെയ്തു. സന്തുഷ്ടനായേനഹം തവ ഭക്തി കൊണ്ടെന്തെന്നു മാനസേ കാക്ഷിക്തം ചൊല്ലൂ നീ എന്നതോ കേട്ടവളും പറഞ്ഞിടിനാൾ. ഇന്നു വന്നു മമ കാക്ഷിതമൊക്കവേ എത്ര കുത്രാഭിവസിക്കലും ത്വൽപാദ ഭക്തിക്കിളക്കമുണ്ടാകാതിരിക്കണം. ത്വൽപാദ ഭക്തവൃത്യേഷു സംഘം പുനരുൾപ്പൂവിലെപ്പോഴും ഉണ്ടാകയും വേണം. പ്രാകൃതന്മാരാ ജനങ്ങളിൽ സംഗമ ഏകത സംഭവിച്ചിടായിക മാനസേ. രാമരാമേതി ജപിക്കായി വരേണമേ. രാമപാദേ രമിക്കേണമെൻ മാനസം. സീതാസുമിത്രാത്മജ ജാനിത്വം രാഘവം പീതവസ്ത്രം ചാപബാണാസനദ്ധരം ചാരുമകുടക്കടക കടിസൂത്രഹാര മകരമണിമയ കുണ്ടലം നൂപൂര ഹേമാങ്കദാദി വിഭൂഷണ ശോഭിത രൂപം വസിക്കമേ മാനസേ. മറ്റെനിക്കേതുമേ വേണ്ട വരം വിഭോ പറ്റായകതും സംഘമുള്ളിലൊരിക്കലും. ശ്രീരാമദേവനതു കേട്ടവളോടും ചാരുമന്ദസ്മിതം പൂണ്ടരുളി ചെയ്തു. ഏവം ഭവിക്ക നിനക്കു മഹാഭാഗേ ദേവി നീ പോക ബദര്യാശ്രമസ്ഥലെ. തത്രൈവ നിത്യമെന്നെ ധ്യാനവും ചെയ്തു മുക്താകളെ പരം പഞ്ചഭൂതാത്മകം. ചേരുമെങ്കൽ പരമാത്മനി കേവലെ തീരും ജനന മരണ ദുഃഖങ്ങളും. ശ്രുത്വാ രഘോത്തമവാക്യാമൃതം മുദാ ഗത്വാ തദൈവ ബദര്യാശ്രമസ്ഥലേ. ശ്രീരാമദേവനെ ധ്യാനിച്ചിരുന്നുടൻ നാരായണ പദം പ്രാപിച്ചിതഭ്യയം. മർക്കട സഞ്ജയം ദേവിയെ ആരാഞ്ഞു. വൃക്ഷഷണ്ഡേഷു വസിക്കും ദശാന്തരെ. എത്ര ദിവസം കഴിഞ്ഞിതെന്നു ധരപുത്രിയെ എങ്ങുമേ കണ്ടുകിട്ടായികയും. ചിന്തിച്ചു ഖേദിച്ചു താരാസുതൻ നിജ ബന്ധുക്കളായുള്ളവരോട് ചൊല്ലിനാൻ. പാതാളമുൾപ്പുഴന്നു നടന്നു നാമേതുമറിഞ്ഞില്ല. വാസരം പോയതും മാസമതീതമായി വന്നിതു നിർണയം. ഭൂസുതയെ കണ്ടറിഞ്ഞതുമില്ല നാം. രാജനിയോഗമനുഷ്ഠിയാതെ വൃത രാജധാനിക്കു നാം ചെല്ലുകില്ലെന്നുമേ നിഗ്രഹിച്ചിടുമതിനില്ല സംശയം. സുഗ്രീവശാസനം നിഷ്ഫലമായി വരാം. പിന്നെ വിശേഷിച്ചു ശത്രുതനയനാമെന്നെ വധിക്കുമതിനില്ലൊരന്തരം. എന്നിലവനൊരു സമ്മോദമെന്തുള്ളതെന്നെ രക്ഷിച്ചതു രാമൻ തിരുവടി. രാമകാര്യത്തെയും സാധിക്കാതെ ചെൽകിൽ മാമക ജീവനം രക്ഷിക്കയില്ലവൻ. മാതാവിനോടു സമാനയാകും നിജ ഭ്രാതാവു തന്നെ ഭാര്യയെ നിസ്ത്രവം പ്രാപിച്ചു വാഴുന്ന വാനര പുങ്കവൻ. പാപി ദുരാത്മാവിനെന്തൊരുതാത്തതും തൽപാശദേശേ ഗമിക്കുന്നതില്ല. ഞാനിപ്പോൾ ഇവിടെ മരിക്കുന്നതേയുള്ളൂ. വല്ല പ്രാകാരവും നിങ്ങൾ പൊയ്കൊള്ളുന്നു ചൊല്ലിക്കരയുന്ന നേരം കവികളും. തുല്യദുഃഖേന ബാഷ്പം തുടച്ചൻപോടും ചൊല്ലിനാ മിത്രഭാവത്തോടു സത്വരം. ദുഃഖിക്കരുതൊരു ജാതിയും ഇങ്ങനെ രക്ഷിപ്പതിനുണ്ടു ഞങ്ങളറിയകനെ. ഇന്നു നാം പോന്ന ഗുഹയിലകമ്പോക്കു നന്നായി സുഖിച്ചു വസിക്കാം വയം ചിരം. സർവസൗഭാഗ്യ സമന്വിതമായൊരു ദിവ്യപുരമതോ ദേവലോകോഭമം. ആരാനുമില്ലൊരു നാളു ഭയം സഖേ. താരേയ പോക നാം വൈകരുതേതുമേ. അങ്കദൻ തന്നോടി വണ്ണം കവികുല പുങ്കവന്മാർ പറയുന്നതോ കേൾക്കയാൽ.
ഇംഗിതജ്ഞം നയകോവിതൻ വാദജനങ്കതനെ തഴുകി പറഞ്ഞിടിനാൻ. എന്തൊരു ദുർവിചാരം യോഗ്യമല്ലിത അന്ധകാരങ്ങൾ നിനയായി വിനാരുമേ. ശ്രീരാമനേറ്റം പ്രിയൻ ഭവാൻ എന്നുടെ താരാസുതനെന്നു തൻ മാനസേ സദാ പാരം വളർന്നൊരു വാത്സല്യമുണ്ടതും നേരെ ധരിച്ചീല ഞാനൊഴിഞ്ഞാരുമേ. സൗമിത്രിയെ കാളതെ പ്രിയം നീ തവ സാമർത്ഥ്യവും തിരുവുള്ളത്തിലുണ്ടടോ. പ്രേമത്തിനേതുമിളക്കമുണ്ടായി വരാം ഹേമത്തിനുണ്ടോ നിറകേടകപ്പെടും. ആകയാൽ ഭീതി ഭവാനൊരു നാളുമേ രാഘവൻ പക്കൽ നിന്നുണ്ടായി വരാം സഖേ. ശാഖാമൃഗാധിപനായ സുഗ്രീവനും ഭാഗവതോത്തമൻ വൈരമില്ലാരിലും വ്യാകുലമുള്ളിലുണ്ടാകരുതേതുമേ. നാഗാദി പത്മജ നന്ദന കേളിതം ഞാനും തവ ഹിതത്തിങ്കൽ പ്രസക്തനജ്ഞാനികൾ വാക്കു കേട്ടതു ഭ്രമീക്കൊല. ഹാനിവരായവൻ ഗുഹയിൽ വസിക്കുന്നു വാനരോഗം പറഞ്ഞിലയോ ചൊല്ലു നീ. രാഗവസ്ത്രത്തിനഭേദ്യമായെന്നുമേ ലോകത്രയത്തിങ്കലിലെന്നറിയുക നീ. അല്പമതികൾ പറഞ്ഞു ബോധിപ്പിച്ചു ദുർബോധമുണ്ടായി ചമയരുതേതുമേ. ആപത്തു വന്നെടുത്തിടുന്ന കാലത്തു ശോഭിക്കയില്ലടോ സജ്ജന ഭാഷിതം. ദുർജനത്തെ കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോടു വിപരീത ഭാവവും ദേവദ്വിജ കുലധർമ്മ വിദ്വേഷവും പൂർവബന്ധുക്കളിൽ വാച്ചൊരു വൈരവും വർദ്ധിച്ചു വർദ്ധിച്ചു വംശനാശത്തിനു കാർത്തൃത്വം തനിക്കായി വന്നുകൂടുമേ. അത്യന്തഗൂഹ്യം രഹസ്യമായുള്ളൊരു വൃത്താന്തമമ്പടോ ചൊല്ലുവൻ കേൾക്ക നീ. ശ്രീരാമദേവൻ മനുഷ്യനല്ലോർക്കടോ നാരായണൻ പരമാത്മാ ജഗന്മയൻ മായാ ഭഗവതി സാക്ഷാൽ മഹാവിഷ്ണു ജായാ സകല ജഗന്മോഹകാരിണി. സീതയാകുന്നതു ലക്ഷ്മണനു ജഗൽ ആധാരമൂതനായുള്ള ഫണീശ്വരൻ. ശേഷൻ ജഗൽ സ്വരൂപൻ ഭുവി മാനുഷവേഷമായി വന്നു പിറന്നീതി അയോധ്യയിൽ. രക്ഷോഗണത്തെയൊടുക്കി ജഗത്രയ രക്ഷ വരുത്തുവാൻ പണ്ടു വിരിഞ്ചനാൽ പ്രാർത്ഥിതനാകയാൽ പാർത്ഥിവപുത്രനായി മാർത്താണ്ഡ ഗോത്രത്തിലാത്ത പരായണം. ശ്രീകണ്ഠസേവ്യൻ ജനാർദ്ദനൻ മാധവൻ വൈകുണ്ഠവാസി മുകുന്ദൻ ദയാപരൻ മർത്യനായി വന്നിങ്ങവതരിച്ചിടിന ഭൃത്യവർഗം നാം പരിചരിച്ചിടുവാൻ. ഭർത്തൃനിയോഗേന വാനര വേഷമായി പൃഥ്വിയിൽ വന്നു പിറന്നിരിക്കുന്നതു പണ്ടു നാമേറ്റം തപസ്സു ചെയ്തീശനെ കണ്ടു വണങ്ങി പ്രസാദിച്ചു മാധവൻ. തന്നെ പാരിഷദന്മാരുടെ പദം തന്നതിപ്പോഴും പരിചരിച്ചിന്നിയും വൈകുണ്ഠലോകം ഗമിച്ചു വാണിടുവാൻ. വൈകേണ്ടതേതുമില്ല അറിഞ്ഞിടു നീ അങ്കദനോടി വണ്ണം പാവനാത്മജൻ മംഗലവാക്കുകൾ ചൊല്ലി പലതരം ആശ്വസിപ്പിച്ചുടൻ വിദ്യാചലം പോക്കും. കാശ്യപി പുത്രിയെ നോക്കി നോക്കി ദ്രുതം ദക്ഷിണവാരിധി തീരം മനോഹരം. പൊക്കു മഹേന്ദ്രാചലേന്ദ്ര പദം മുതാ ദുസ്തരമേറ്റമഘാതം ഭയങ്കരം. ദുഷ്പ്രാപമാലോക്യ മർക്കട സഞ്ജയം. വൃത്രാരിപുത്രാത്മജാതികളൊക്കെയും ത്രസ്താരായ ത്യാകുലം പൂണ്ടിരുന്നുടൻ. ചിന്തിച്ചു ചിന്തിച്ചു മന്ത്രേച്ചിതു മന്യോന്യം എന്തിനെ ചെയ്വതോ സന്തതമോർക്കനാം. ഗഹരം പോക്കോ പരിഭ്രമിച്ചത്രയും വിഹ്വലന്മാരായി കഴിഞ്ഞിതു മാസവും. തണ്ടാരിൽ മാതിനെ കണ്ടീല നാം ദശകണ്ഠനെയും കണ്ടു കിട്ടീല കുത്രജിൽ. സുഗ്രീവനും തീക്ഷണ ദണ്ഡനെത്രേ തുലോ നിഗ്രഹിച്ചിടും അവൻ നമ്മെ നിർണയം.
ക്രുദ്ധനായുള്ള സുഗ്രീവൻ വധിക്കയാൽ നിത്യോപവാസേന മൃത്യു ഭവിപ്പതു. മുക്തിക്കു നല്ലു നമുക്ക് പാർത്തോളമെന്നിത്തം നിരൂപിച്ചുറച്ചു കബീകുലം. ദർഭ വിരിച്ചു കിടന്നിതെല്ലാവരും കൽപ്പിച്ചിതിങ്ങനെ നമ്മയോർത്തവർ. അപ്പോൾ മഹേന്ദ്ര ചലേന്ദ്ര ഗുഹാന്തരാൻ ക്ഷിപ്രം പുറത്തു പതുക്കെ പുറപ്പെട്ടു. വൃദ്ധനായുള്ളൊരു ഗൃധ്രപ്രവരനു വൃദ്ധിധരപ്രവരോ തുങ്കരൂപനായി ദൃഷ്ട്വാംബരക്കെ കിടക്കും കവികളെ തുഷ്ട്യാ പറഞ്ഞതോ ഗൃധ്രകുലാധിപൻ. പക്ഷമില്ലാതോരനിക്കു ദൈവം ബഹുഭക്ഷണം തന്നതു ഭാഗ്യമല്ലോ ഫലാൽ. മുമ്പിൽ പ്രാണഹാനി വരുന്നതു സംപ്രീതി പൂണ്ടു ഭക്ഷിക്കാമനുദിനം. ഗൃധ്രവാക്യം കേട്ടു മർക്കൗഢൗകം പരിസ്ത്രസ്തരയാൻ അന്യോന്യമാശു ചൊല്ലിടിനാൽ. അദ്രീന്ദ്രതുല്യനായൊരു ഗൃധ്രാധിപൻ സത്വരം കൊത്തി വിഴുങ്ങുമെല്ലാരെയും. നിഷ്ഫലം നാമരിച്ചിടുമാറായതും കൽപ്പിതന്മാർക്കു തടുക്കരുതേതുമേ. നമ്മാലൊരു മഹാകാവ്യം കൃതമായില്ല, കർമ്മദോഷങ്ങൾ പറയാവതെന്തഹോ. രാമകാര്യത്തെയും സാധിച്ചതില്ല നാം, സ്വാമിയെ ഹിതവും വന്നതില്ലല്ലോ. വ്യർത്ഥമിവനാൽ മരിക്കുന്നു വന്നതും എത്രയും പാപികളാക തന്നെ വയം. നിർമ്മലനായ ധർമാത്മാ ജടായുധൻ നന്മയോർത്തോളം പറയാവതല്ലോ. വർണ്ണിപ്പതിന്നോ പണിയുണ്ടവനുടെ പുണ്യമോർത്താൽ മറ്റൊരുത്തർക്കു കിട്ടുമോ. ശ്രീരാമകാര്യാർത്ഥമാശോ മരിച്ചവൻ ചേരുമാറായതു രാമപാദാംബുജേ. പക്ഷിയെന്നാകിലും മോക്ഷം ലഭിച്ചിതോ പക്ഷീന്ദ്രവാഹനാമനുഗ്രഹം വിസ്മയം. വാനരാഭാഷിതം കേട്ടു സമ്പാദിയും മാനസാനന്ദം കലർന്നു ചോദിച്ചിതു. കർണപേയോഷ സമാനമാ വാക്കുകൾ ചൊന്നതാരിന്നു ജടായുവെന്നിങ്ങനെ. നിങ്ങളാരെന്തു പറയുന്നിതന്യോന്യമിങ്ങു വരുവിൻ ഭയപ്പെടായി ഗേതുമേ. ഒമ്പർക്കൊൺ പൗത്രനോ മൻപോടതോ കേട്ടു സമ്പാദി തന്നെ മുമ്പില മാറു ചെന്നംബോജലോചനൻ തൻ പാദപങ്കജം സംഭാവ്യ സമ്മോദം ഉൾക്കൊണ്ടു ചൊല്ലിനാൻ. സൂര്യകുലജാതനായ ദശരഥൻ ആര്യപുത്രൻ മഹാവിഷ്ണു നാരായണൻ പുഷ്കര നേത്രനാം രാമൻ തിരുവടി. ലക്ഷ്മണനായ സഹോദരനം നിജ ലക്ഷ്മിയ ജാനകിയോടു തപസ്സിനായി പൊക്കിതു കാനനം താതാജ്ഞയാ പുര. കട്ടുകൊണ്ടിടിനാം തൽക്കാലമെത്രയും ദുഷ്ടനായുള്ള ദശമുഖൻ സീതയെ. ലക്ഷ്മണനും കമലേക്ഷണം പിരിഞ്ഞ ക്ഷോണിപുത്രി മുറയിട്ടതു കേട്ടു തൽക്ഷണം ചെന്നു തടുത്തു യുദ്ധം ചെയ്താൻ. അക്ഷണദാചരനോടു ജടായുവാൻ പക്ഷിപ്രവരനതിനാൽ വലഞ്ഞൊരു രക്ഷോവരം നിജ ചന്ദ്രഹാസം കൊണ്ടു പക്ഷവും വെട്ടിയറുത്താനതു നേരം. പക്ഷീന്ദ്രനും പതിച്ചാധരണീതലെ ഭർത്താവിനെ കണ്ടു വൃത്താന്തമൊക്കവേ സത്യം പറഞ്ഞൊഴിഞ്ഞെന്നുമേ നിന്നുടെ മൃത്യുവരായി ഗന്നനുഗ്രഹിച്ചാർദര. പുത്രിയും തൽപ്രസാദേന പക്ഷീന്ദ്രനും രാമനെ കണ്ടു വൃത്താന്തമറിയിച്ചു. രാമസായൂജം ലഭിച്ചതു ഭാഗ്യവാൻ ആർക്കകുലോദ്ഭവനാകിയ രാമനോ ആർക്കജനോടഗ്നിസാക്ഷികമാവണ്ണം. സത്യവും ചെയ്തുടൻ കൊന്നിതോ ബാലിയം സുഗ്രീവനായിക്കൊണ്ടു രാജ്യവും നൽകിന. വാനരാധീശ്വരനായ സുഗ്രീവനും ജാനകിയെ തിരഞ്ഞാശു കണ്ടിടുവാൻ ദിക്കുകൾ നാലിലും പോകയെന്നയച്ചിതു. ലക്ഷം കബീവരന്മാരെയോരോ ദിശി ദക്ഷിണ ദിക്കുന്നു പോന്നിതു ഞങ്ങളും. രക്ഷോവരനെയും കണ്ടതില്ലെങ്ങുമേ 30 നാളിനകത്തു ചെന്നിടാകിലപ്പോൾ അവരെ വധിക്കും കബീവരൻ. പാതാളമൾ പോക്കു വാസരം പോയതു
മേതോ മറിഞ്ഞീല ഞങ്ങളതു കൊണ്ടും ദർഭ വിരിച്ചു കിടന്നു മരിപ്പതിനപ്പോൾ ഭവാനെയും കണ്ടു കിട്ടി ബലാൽ ഏതാനുമുണ്ടറിഞ്ഞിട്ടു നീയെങ്കിലോ സീതാവിശേഷം പറഞ്ഞു തരേണമേ ഞങ്ങളുടെ പരമാർത്ഥ വൃത്താന്തങ്ങൾ ഇങ്ങനെയുള്ളൊന്നു നീയറിഞ്ഞിടടോ താരയെ വാക്കുകൾ കേട്ടു സമ്പാദിയും ആരൂഢമോദം അവനോട് ചൊല്ലിനാൻ മിഷ്ടനാ ഭ്രാതാവെനിക്കു ജടായു ഞാൻ 8 നാളുണ്ടവനോടു പിരിഞ്ഞതോ ഇന്നനേകായിരം വത്സരം കൂടി ഞാൻ എന്നുടെ സോദരൻ വാർത്ത കേട്ടിടിനേൻ എന്നുടെ സോദരനായുധക്രിയക്കെന്നെ എടുത്തു ജലാന്തികെ കൊണ്ടുപോയി നിങ്ങൾ ചെയ്യിപ്പീനു ഉദക കർമാദികൾ നിങ്ങൾക്കു വാക്സഹായം ചെയ്വനാശു ഞാൻ അപ്പോൾ അവനെയും എടുത്തു കവികളും അബ്ദിതീരത്തു വെച്ചിടിനാനാദരാൽ തൽസലിലെ കുളിച്ചഞ്ജലിയും നൽകി വത്സനാം ഭ്രാതാവിനായി കൊണ്ടു സാദരം സ്വസ്ഥാന ദേശത്തിരുത്തിനായി പിന്നെയും ഉത്തമന്മാരായ വാനര സഞ്ജയം സ്വസ്ഥനായി സമ്പാദി ജാനകി തന്നെ വൃത്താന്തമാശു പറഞ്ഞു തുടങ്ങിനാൾ തുങ്കമായിടും ത്രികൂടാചലോദരി ലങ്കാപുരിയുണ്ടു മധ്യ സമുദ്രമായി തത്ര മഹാകോശകാനനെ ജാനകി നക്തഞ്ജലി ജന മധ്യേ വസിക്കുന്നു ദൂരമൊരു 100 യോജനയുണ്ടതു നേരെ നമുക്ക് കാണാം ഗൃദ്രനാകയാൽ സാമർത്ഥ്യമാർക്കതോ ലംഘിപ്പതിന്നവൻ ഭൂമി തനുജയെ കണ്ടുവരും ധ്രുവം സോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലണമേതൊരു ജാതിയും പക്ഷവുമില്ലമേ യജ്ഞേന നിങ്ങൾ കടക്കണം ആശുപോയി രത്നാകരം പിന്നെ വന്നു രഘുത്തമൻ രാവണൻ തന്നെയു നിഗ്രഹിക്കും ക്ഷണാൻ ഏവാമിതിന്നു വഴിയെന്നു നിർണയം രത്നാകരം ശതയോജന വിസ്തൃതം യജ്ഞേന ചാടിക്കടന്നു ലങ്കാപുരം പൊക്കു വൈദേഹിയെ കണ്ടു പറഞ്ഞുടനിക്കരെ ചാടിക്കടന്നു വരുന്നതും തമ്മിൽ നിരൂപിക്കണമെന്നൊരുമിച്ചും തമ്മിൽ അന്യോന്യം പറഞ്ഞു തുടങ്ങിനാർ സമ്പാദി തന്നെ പൂർവവൃത്താന്തങ്ങൾ അമ്പോടു വാനരന്മാരോട് ചൊല്ലിനാൾ ഞാനും ജടായുവാൻ ഭ്രാതാവുമായി പുരാ മാനേന ദർപ്പിത മാനസന്മാരുമായി വേഗബലങ്ങൾ പരീക്ഷിപ്പതിനതിൻ വേഗം പറന്നിതോ മേൽപോട്ടു ഞങ്ങളും മാർത്താണ്ഡ മണ്ഡല പര്യന്തം ഉൽപ്പതിച്ചാത്തരായി വന്നു ദിനകര രശ്മിയാൽ തക്ഷണേ തീയും പിടിച്ചിതനൂജനും പക്ഷപുടങ്ങളിലെ പോളവേനെ ഞാൻ രക്ഷിപ്പതിനുടൻ പിന്നിലാക്കിയിടിനേൻ പക്ഷം കരിഞ്ഞു ഞാൻ വീണിതോ ഭൂമിയെ പക്ഷദ്വയത്തോട് വീണാനനോജനം പക്ഷികൾക്കാശ്രയം പക്ഷമല്ലോ നിജം വിന്ധ്യാചലേന്ദ്ര ശിരസി വീണിടിനേ അന്ധനായി 3 ദിനം കിടന്നിടിനേൻ പ്രാണശേഷത്താൽ ഉണർന്നൊരു നേരത്തു കാണായിതോ ചിറകു കരിഞ്ഞിങ്ങനെ ദിഗ്ഭ്രമം പോണ്ട് ദേശങ്ങളറിയാഞ്ഞു വിഭ്രാന്ത മാനസനായു ഉഴന്നങ്ങനെ ചെന്നേ നിശാഖര താപസൻ തന്നെ പുണ്യാശ്രമത്തിനു പൂർണ്ണഭാഗ്യോദയാൽ കണ്ടു മഹാമുനി ചൊല്ലിനാനെന്നോടു പണ്ടു കണ്ടുള്ളൊരറിവോ നിമിത്തമായി എന്തു സമ്പാദേ വിരൂപനായി വന്നതി നെന്തു മൂലാമിതാരാലകപ്പെട്ടിതും എത്രയും ശക്തനായൊരു നിനക്കിതും ദഗ്ധമാവാനെന്തു പക്ഷം പറക നീ എന്നതോ കേട്ടു ഞാൻ എന്നുടെ വൃത്താന്ത മൊന്നഴിയാതെ മുനിയോട് ചൊല്ലിനാൻ പിന്നെയും കൂപ്പിത്തൊഴോതു ചോദിച്ചിതോ സന്നമായി വന്നു ചിറകൂദയാനിതേ ജീവനത്തെ ധരിക്കേണ്ട മുഭായം ഇന്നേവമെന്നോടു ചൊല്ലിത്തരേണമേ എന്നതോ കേട്ടു ചിരിച്ചു മഹാമുനി പിന്നെ ദയാവശനായി അരുളി ചെയ്തു
പൂർവം രാമതപോവനാധിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലിനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരിന്ദാഹനം പശ്ചാത് രാവണ കുംഭകർണഹനനം ഏതദ്ധി രാമായണം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ.